വെൽക്കം ടു എക്സൽ PSC എഡ്യൂക്കേഷൻ. വീണ്ടും നമ്മളിന്നിവിടെ നോക്കുന്ന കേരള നവോത്ഥാനത്തിൽ ഉൾപ്പെട്ട പ്രധാന വ്യക്തിയായ വാഗ്ഭടാനന്ദനെ കുറിച്ചാണ്. 14 ചോദ്യോത്തരങ്ങളാണ് ഇന്ന് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തേത്, കണ്ണൂർ ജില്ലയിലെ പാട്യം ഗ്രാമത്തിലാണ് ജനനം. വാഗ്ഭടാനന്ദൻ ജനിച്ച ജില്ല കണ്ണൂർ, ഗ്രാമം പാട്യം. ആദ്യകാല നാമം വയലേരി കുഞ്ഞിക്കണ്ണൻ. വാഗ്ഭടാനന്ദൻ്റെ ആദ്യകാല നാമം വയലേരി കുഞ്ഞിക്കണ്ണൻ. VK ഗുരുക്കൾ എന്നും അറിയപ്പെട്ടിരുന്നു. വാഗ്ഭടാനന്ദൻ VK ഗുരുക്കൾ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നാണ് അതിനെ പൂർണ്ണമായി വിളിച്ചിരുന്നത്. വടക്കൻ മലബാർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല. വാഗ്ഭടാനന്ദൻ്റെ പ്രധാന പ്രവർത്തന മേഖല വടക്കൻ മലബാർ ആയിരുന്നു. മലബാർ കർഷക സംഘം രൂപീകരിക്കാൻ നേതൃത്വം നൽകിയത് അദ്ദേഹമായിരുന്നു. വാഗ്ഭടാനന്ദനാണ് മലബാർ കർഷക സംഘം രൂപീകരിക്കാൻ നേതൃത്വം നൽകിയത്. ആത്മവിദ്യാ സംഘം രൂപീകരിച്ചത് വടകരയിലാണ്. അപ്പോൾ വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം രൂപീകരിച്ചത് വടകരയിൽ ആണ്. ജ്ഞാനപാഠശാല രൂപീകരിച്ചത് വാഗ്ഭടാനന്ദനാണ്. ആരാണ് ജ്ഞാനപാഠശാല രൂപീകരിച്ചത്? വാഗ്ഭടാനന്ദൻ. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി രൂപീകരിച്ചത് വാഗ്ഭടാനന്ദനാണ്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി രൂപീകരിച്ചത് വാഗ്ഭടാനന്ദൻ. ഊരാളുങ്കൽ ഐക്യനാണയ സംഘം എന്നും വിളിച്ചിരുന്നു. കോഴിക്കോട് തത്വപ്രകാശിക ആശ്രമം സ്ഥാപിച്ചു. വാഗ്ഭടാനന്ദൻ കോഴിക്കോട് തത്വപ്രകാശിക ആശ്രമം സ്ഥാപിച്ചു. അദ്ദേഹം മരണപ്പെട്ടതും ഈ ആശ്രമത്തിൽ വെച്ചാണ്. അപ്പോൾ കോഴിക്കോട് തത്വപ്രകാശിക ആശ്രമത്തിൽ വെച്ചാണ് വാഗ്ഭടാനന്ദൻ മരണപ്പെട്ടത്. പ്രീതി ഭോജനം നടപ്പിലാക്കി. മറ്റു ഭോജനങ്ങളിലാണ് മിശ്രഭോജനം, അത് സഹോദരൻ അയ്യപ്പനും. പന്തി ഭോജനം തൈക്കാട് അയ്യാഗുരു. പിന്നെ സമപന്തി ഭോജനം വൈകുണ്ഠ സ്വാമികൾ. അപ്പോൾ വാഗ്ഭടാനന്ദൻ നടപ്പിലാക്കിയത് പ്രീതി ഭോജനം. ഇനി അഭിനവ കേരളം, ശിവയോഗവിലാസം, ആത്മവിദ്യാ കാഹളം എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ ആയിരുന്നു. അപ്പോൾ വാഗ്ഭടാനന്ദൻ്റെ പ്രസിദ്ധീകരണങ്ങളാണ് അഭിനവ കേരളം, ശിവയോഗവിലാസം, ആത്മവിദ്യാ കാഹളം എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങൾ ആയിരുന്നു. ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ എന്നത് ആത്മവിദ്യാ സംഘത്തിൻ്റെ ആപ്തവാക്യം ആയിരുന്നു. ഈ വരികൾ അഭിനവ കേരളത്തിലും ആത്മവിദ്യാ കാഹളത്തിലും അച്ചടിച്ചു വന്നിട്ടുണ്ട്. ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ എന്നത് ആത്മവിദ്യാ സംഘത്തിൻ്റെ ആപ്തവാക്യം ആയിരുന്നു. ഈ വരികൾ അഭിനവ കേരളത്തിലും ആത്മവിദ്യാ കാഹളത്തിലും അച്ചടിച്ചു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ 2 ഗ്രന്ഥങ്ങളാണ് പ്രാർത്ഥനാഞ്ജലി, അധ്യാത്മ യുദ്ധം എന്നിവ. അപ്പോൾ വാഗ്ഭടാനന്ദൻ്റെ പ്രശസ്തമായ 2 ഗ്രന്ഥങ്ങളുടെ പേരാണ് പ്രാർത്ഥനാഞ്ജലി, പിന്നെ അധ്യാത്മ യുദ്ധം എന്നിവ. അദ്ദേഹമാണ് കൊട്ടിയൂർ ഉത്സവപ്പാട്ട് എഴുതിയത്. കൊട്ടിയൂർ ഉത്സവപ്പാട്ട് ആരാണ് എഴുതിയത്? വാഗ്ഭടാനന്ദൻ. അപ്പോൾ 14 ചോദ്യോത്തരങ്ങൾ അവസാനിച്ചിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.